പ്രവാസികൾ എന്നും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നാട്ടിലെ കണ്ണിമാങ്ങയും കണ്ണിമാങ്ങ അച്ചാറും ഒക്കെ അല്ലേ. അപ്പോൾ നമുക്കിന്ന് നല്ല ചേനയുള്ള കണ്ണിമാങ്ങ അത് അച്ചാറിട്ടാലോ. നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു അച്ചാറാണിത് കേട്ടോ. ആദ്യമായി തണ്ടോടുകൂടിയ കണ്ണിമാങ്ങ കഴുകിയെടുക്കുക. തണ്ട് പോകാതെ നോക്കണം കേട്ടോ. കഴുകിയ ശേഷം കിച്ചൺ ടവൽ കൊണ്ടോ വൃത്തിയുള്ളൊരു തുണി കൊണ്ടോ നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം. എന്നിട്ട് ഇത് ഉണങ്ങിയ ചില്ലുപറണിയിലേക്ക് ലെയറായി മാങ്ങയും ഉപ്പ് വന്ന രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. ഒരു ലെയർ ഉപ്പിടണം, അതിൻ്റെ മുകളിൽ കണ്ണിമാങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെയാണ് ഇത് രണ്ട് രീതി. ഇതിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. അതുമാത്രമല്ല, ഇത് തണ്ടൊടിക്കുമ്പോൾ തണ്ട് ആ കുപ്പിയിലേക്ക് ചേർത്ത് വെച്ച് അതിലെ ആ കറ അതിൽ വീഴത്തക്കവണ്ണം തണ്ട് ഒടിച്ചെടുക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. കണ്ണിമാങ്ങയ്ക്ക് രുചി നൽകുന്ന ഒരു പ്രധാന കാര്യമാണ്. ഇങ്ങനെ ഇത് ലെയറായിട്ട് ഇട്ട് 2 ആഴ്ച ഇവിടെ വെക്കുക. 2 ആഴ്ച ഇത് തൊടാനേ പാടില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കുപ്പി ഒന്ന് കുലുക്കി കൊടുക്കണം. പതിയെ നമുക്ക് കാണാൻ പറ്റും ഇതിലെ ഉപ്പെല്ലാം ഈ വെള്ളത്തെ മാങ്ങയിലെ വെള്ളത്തെല്ലാം വലിച്ചെടുക്കുന്നത്. 2 ആഴ്ചയ്ക്ക് ശേഷം ഇത് നന്നായിട്ട് ഒരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കുക. നമുക്ക് ഈ ഉപ്പ് വെള്ളം സെപ്പറേറ്റ് മാറ്റി വെക്കണം. പിന്നീട് ഇതിലാണ് കേട്ടോ നമ്മൾ അച്ചാറിടുന്നത്. ഇനി നമുക്ക് പൊടികളെല്ലാം ചൂടാക്കി എടുക്കാം കേട്ടോ. മുളക് പൊടി, ഇച്ചിരി കായപ്പൊടിയും ചേർത്ത് ചെറിയ തീയിലിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഈ ചൂടാക്കിയ പൊടികളെല്ലാം നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന ഉപ്പുവെള്ളമില്ലേ അതിലേക്ക് ഇട്ട് കൊടുത്ത് കലക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് വേണ്ടത് കടുക് ചെറുതായി ചൂടാക്കി പൊടിക്കുക എന്നുള്ളതാണ്. കടുകും ഉലുവയും കൂടി ചെറുതായി ചൂടാക്കി പൊടിച്ച ശേഷം ഈ മുളക് പൊടി ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിലൊക്കെ അതുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ പ്രിപ്പറേഷൻ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ. ഉപ്പ് മാങ്ങയ്ക്കകത്ത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിലും ഇതിലും കൂടെ ആവശ്യത്തിന് ഉപ്പിടുക. ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന കണ്ണിമാങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ കണ്ണിമാങ്ങ ഒരു ഉണങ്ങിയ ചില്ലുപറണിയിലേക്ക് മാറ്റി വെക്കുക കേട്ടോ. അടിപൊളി കണ്ണിമാങ്ങ അച്ചാർ റെഡിയാണ്. ഒരാഴ്ച ശേഷം എടുത്ത് ഉപയോഗിച്ച് തുടങ്ങാം. ചോറിൻ്റെ കൂടെയും പരികഞ്ഞിയുടെ കൂടെയും കഞ്ഞിയുടെ കൂടെ വരെ അടിപൊളിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.